അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖത്മുൽ ഖുർആന്റെ 58ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ മാഇദയുടെ 77ാമത്തെ ആയത്ത് മുതൽ. നമ്മുടെ ഈ ക്ലാസ് സാധാരണക്കാരായ ഓതാൻ പ്രയാസമുള്ള ആളുകൾക്ക് കൂട്ടിവായനയും അതുപോലെ തന്നെ മറ്റുള്ള നിയമങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ പറ്റിയതായ രൂപത്തിലുള്ള ഒരു ക്ലാസ്സാണ്. അല്ലാഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് ധാരാളം ഖത്മുകൾ തീർക്കാൻ അല്ലാഹു തആല നല്ല ഇഖ്ലാസോടുകൂടെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇദ്ഗാമുൻ ബിഗുന്നയാണ്. നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. അതിനുശേഷമുള്ള ക്ലാസ്സുകളിൽ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇദ്ഗാമുൻ ബിലാഗുന്നയുടെ വിഷയമായിരുന്നു പറഞ്ഞിരുന്നത്. ഇദ്ഗാമുൻ ബിഗുന്നയുടെ അക്ഷരങ്ങൾ നൗമി സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം നൂന്, വാവ്, മീമ്, യ എന്നീ അക്ഷരങ്ങൾ വന്നാൽ നൂനിനെ, സുക്കൂനുള്ള നൂനിനെ അടുത്ത ഈ 4 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണെങ്കിൽ അതിലേക്ക് കൊടുക്കുകയും മണിക്കുകയും ചെയ്യുക. ഇനി സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനോ ശേഷം ലാമോ റോ ആണ് വന്നതെങ്കിൽ 28 അക്ഷരത്തിൽ ഏതക്ഷരം വരാലോ. അപ്പോൾ വന്ന അക്ഷരം ലാം ആണെങ്കിൽ അല്ലെങ്കിൽ റോ ആണെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കണ്ട. ഇദ്ഗാമുൻ ബിഗുന്നയും ഇദ്ഗാമുൻ ബിലാഗുന്നയും, ഒന്ന് ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കണം, മറ്റൊന്ന് മണിക്കരുത്. അതുപോലെ തന്നെയാണ് സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കുക, തൻവീനിൻ്റെ സ്ഥാനത്ത് മീമാക്കി കൊടുക്കുക, സുക്കൂനുള്ള മീമാക്കി കൊടുക്കുക. അതിൻ്റെ പേരാണ്, മാറ്റുന്നതിൻ്റെ പേരാണ് ഇഖ്ലാബ്. നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക, അതിൻ്റെ പേരാണ് ഇഖ്ലാബ്. അല്ലേ? അപ്പൊ എത്ര അക്ഷരമായി? നൗമി, നൂന്, വാവ്, മീമ്, യാ, 4 അക്ഷരമായി. ലാമ്, റാ, അപ്പോൾ 6ആയി. ബ വന്നാൽ അപ്പിയായി. ഈ 3 വിഭാഗമല്ലാത്ത ബാക്കി ഒരു വിഭാഗം, അല്ലേ? ബാക്കി ഇനി 2 വിഭാഗമുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗം ഇൽഹാർ, ഹംസ, ഹ, ഹ, ഐന്, ഗൈന്, ഈ 6 അക്ഷരം. ഇത് ഇൽഹാറിന്റെ അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തൻവീനിൻ്റെയോ ശേഷം വന്ന അക്ഷരം ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഇൽഹാറിന്റെ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണെങ്കിൽ നൂന് വ്യക്തമാക്കി പറയണം. അതാണ് അവിടെയുള്ള നിയമം. അപ്പോൾ 7ഉം പിന്നെ 6ഉം 13 അക്ഷരമായി. ബാക്കി 15 അക്ഷരങ്ങളാണ് ഉള്ളത്. ബാക്കി 15 അക്ഷരങ്ങളും ഇഖ്ഫായിന്റെ അക്ഷരങ്ങളാണ്, മറച്ച് മണിക്കേണ്ട അക്ഷരങ്ങളാണ്. അപ്പൊ ഇനിയൊന്ന് നോക്കാം, ഓരോന്ന് നമുക്ക് പറയാം. قل يا أهل الكتاب لا تغلوا في دينكم غير الحق. ഇവിടെ തൻവീൻ വന്നോ? ഇല്ല. ولا تتبعوا أهواء قوم قد ضلوا. ഇവിടെ വന്നില്ലേ ഖൗമിൻ എന്ന തൻവീൻ? അവിടെ മീമിന് തൻവീൻ വന്നു. തൻവീന്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? ഖാഫാണ്. നേരത്തെ പറഞ്ഞ 13 അക്ഷരത്തിൽപ്പെട്ടതല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഖൗമിൻ എന്ന് വ്യക്തമായി, അങ്ങനെ വ്യക്തമാക്കാൻ പറ്റൂല. ഖൗമി ഒഴിവാക്കാൻ, ആ തൻവീൻ ഒഴിവാക്കിയിട്ട് പറയാനും പറ്റൂല. അപ്പൊ രണ്ടിന്റെയും ഇടയിലായിട്ട് ഖൗമിൻ എന്ന് പറയാതെ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബൽ
അവിടെ കണ്ടില്ലേ മിൻ, അവിടെയും എന്താണ് ഖാഫാണ് അല്ലേ, ഇഖ്ഫാ ചെയ്യണം. മിൻ ഖബ്ലു വഅളല്ലു കസീറൻ വളല്ലു. ഇവിടെ കസീറൻ, അവിടെ തൻവീൻ വന്നു. കസീറൻ എന്ന് പറയരുത്. തൻവീന് ശേഷം വാവ് വന്നാൽ നൗമി, നൂന് വാവ് മീമി യാ അല്ലേ. അപ്പം എന്ത് ചെയ്യണം? കസീറ കൂട്ടി യോജിപ്പിച്ചു. ബിഗുന്ന ഇദ്ഗാമു, ഇദ്ഗാമു എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക. കസീറ മണിക്ക് ബിഗുന്ന, ഇദ്ഗാമും ബിഗുന്നയാണ്. കൂട്ടി യോജിപ്പിക്കുക, അതിന് പുറമെ മണിക്കുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ കസീറൻ വളല്ലു, കസീറൻ വളല്ലു അൻ സവാഇസ് സബീൽ. അവിടെ ഇഖ്ഫാ ചെയ്യണം, കാരണം സുക്കൂനുള്ള നൂനാണ്. നൂനിൻ്റെ ശേഷം സീന് വന്നു. സീന് നേരത്തെ പറഞ്ഞ ഇഖ്ലാബിൻ്റെ അക്ഷരമല്ല, ബ അല്ല. ഇദ്ഗാമും ബിലാഗുനയുടെ ലാമും റാവുമല്ല. ഇദ്ഗാമും ബിഗുനയുടെ നൗമി, നൂന് വാവ് മീമി യ അതുമല്ല. ഇദ്ഹാറിൻ്റെ ആറക്ഷരവുമല്ല. ഹംസ ഹ ഖ ഐന് ഓയിന്, ബാക്കിയുള്ള 15 അക്ഷരത്തിൽപ്പെട്ട അക്ഷരമാണ് സീന്. അപ്പോൾ عن سواء السبيل قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. 78ാമത്തെ ആയത്ത്. لعن الذين كفروا من بني إسرائيل. ഇവിടെ നൂന് വന്നുല്ലേ, മിൻ, നൂനിൻ്റെ ശേഷം ബ വന്നു. നൂനിൻ്റെ സ്ഥാനത്ത് അല്ലേ, നൂനിൻ്റെ ശേഷം ബ വന്നു. അപ്പം എന്ത് ചെയ്യണം? നൂനിൻ്റെ സ്ഥാനത്ത് മീമായി കൊടുക്കണം. മിൻ എന്നുള്ള മിം, മിം ബനി. അവിടെ നൂനിനെ മാറ്റുന്നതിൻ്റെ പേരാണ് ഇഖ്ലാബ്. നൂനിനെ മാറ്റുന്നതിൻ്റെ പേരാണ് ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മാറ്റി മറിക്കുക. അപ്പോൾ അവിടെ നൂന് മാറി മീമായി കഴിഞ്ഞാൽ പിന്നെന്തായി? മീമിൻ്റെ ശേഷം ബ ആയി മാറി. അപ്പം പിന്നെ മിം ബനി ഇസ്രായീല على لسان داود وعيسى بن مريم ഇനി ഇടയിൽ വസലിൻ്റെ ഹംസയുണ്ട്. ചേർത്തി വായിക്കുമ്പോൾ, കൂട്ടി വായിക്കുമ്പോൾ ആ വസലിൻ്റെ ഹംസ ഉച്ചരിക്കുകയില്ല, പറയേണ്ടതില്ല, പറയരുത്. വഈസ ബിനി മറിയം, ബിനി അല്ലേ, ചില സ്ഥലത്ത് നൂ എന്നൊക്കെ ഉണ്ടാവും അല്ലേ, നമ്മൾ ശ്രദ്ധിക്കാം. വഈസ ബിനി മറിയം ذلك بما عصوا وكانوا يعتدون. വാവിനെന്തില്ല, ആദ്യത്തെ വാവിന് ഫത്തും കസറൊന്നുമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് കൊടുക്കുക. ذلك بما عصوا وكانوا يعتدون. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. 79ാമത്തെ ആയത്താണ്. ഇൻഷാ അല്ലാഹ് കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്തുകൊണ്ട് കൂടെ കൂടുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് നഷ്ടപ്പെടാതെ കിട്ടണമെങ്കിൽ വാട്സപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ വാട്സപ്പിലുള്ള ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾക്കുള്ള സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, വാട്സപ്പിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ താഴെയുള്ള ഈ വീഡിയോക്ക് താഴെയായിട്ട് ജോയിൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിലും സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
كانوا لا يتناهون عن منكر فعلوه لا يتناهون عن നൂനിൻ്റെ ശേഷം മീം വന്നു. നൂനിൻ്റെ ശേഷം മീം വന്ന എന്താ നിയമം? നൗമി. നൂന് വാവ് മീമ് ശേഷമുള്ള അക്ഷരമാണ്. നൂനിൻ്റെ ശേഷം സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? മീമാണ് അല്ലേ? നൗമി. നൂന് വാവ് മീമ്. മീമ് ഏതിൽപ്പെട്ടതാണ്? നൗമി. ഇദ്ഗാമും ബിഗുന്നയിൽപ്പെട്ടതാണ്. കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. അമ്മു അൻ എന്നുള്ളതാണ്. മുൻകരിൻ ഫഅലൂ മുൻകരിൻ ഫഅലൂ. അവിടെ എന്താണ്? അവിടെ ഇഖ്ഫാ ചെയ്യണം. നൂനിൻ്റെ ശേഷം കാഫാണ് വന്നിട്ടുള്ളത്. അതിന് ശേഷം ഒരു തൻവീനുണ്ട് അല്ലേ? മുൻകരിൻ തൻവീൻ വന്നു. ശേഷം ഫ ആണ്. അവിടെയും ഇഖ്ഫാ ചെയ്യണം. മുൻകരിൻ ഫഅലൂ لبئس ما كانوا يفعلون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون ترى كثيرا منهم يتولون الذين كفروا كثيرا തൻവീൻ ശേഷം ഉച്ചാരണത്തിൽ വരുന്ന അക്ഷരം മീമാണ്. നൗമി. നൂന് വാവ് മീമ് യാ വന്നാൽ എന്ത് ചെയ്യണം? കസീറം മി. ആ രൂപത്തിൽ ഓതുക. ഇങ്ങനെ ട്രൈ ചെയ്ത് നമ്മുടെ ഓത്തിൽ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ വന്നു പോകണം. ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് തൗഫീഖ് കിട്ടും. അല്ലാഹു തആല നമ്മൾക്ക് എപ്പോഴും ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സാധാരണക്കാരായ ആളുകൾ ഖുർആൻ ധാരാളമായിട്ട് ഖത്മ് തീർക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ ആഗ്രഹമുണ്ടാകും. അവരിലേക്കൊക്കെ എത്തിക്കുക. അല്ലാഹു തആല ഒരുപാട് വലിയ സന്തോഷമുള്ളത് നമ്മുടെ ക്ലാസ്സിലുള്ള ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, സഹോദരന്മാരുണ്ട്, ചെറുപ്പക്കാരനായ സഹോദരന്മാരൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട്. സാധാരണക്ക് വിശുദ്ധ ഖുർആനൊക്കെ ക്ലാസ്സിലൊക്കെ പ്രായമുള്ള ആളുകളായിരിക്കും ഒരു പക്ഷേ കൂടുതലായിട്ടുണ്ടാവുക. കാരണം മറ്റുള്ള തിരക്കും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. എന്നിരുന്നാൽ പോലും ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാവർക്കും അവസരം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ചെറുപ്പക്കാരികളായ യുവാക്കളും യുവതികളൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അത് വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ശഅബാൻ മാസത്തിലാണ് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള നമ്മളൊക്കെ എപ്പോഴും ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്തിൻ്റെ ആയത്തൊക്കെ ഇറങ്ങിയ ഒരു പരിശുദ്ധമായ മാസത്തിലാണ്, ശഅബാൻ മാസത്തിലാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ഒരു മഹത്തായ ആയത്ത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലേണ്ട ആ സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആ ഒരു ആയത്ത് ല്ലേ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആ മുത്തുനബിയുടെ മേൽ സ്വലാത്തും സലാമും നമ്മളൊക്കെ ചൊല്ലണമെന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഒരായത്ത് ഇറങ്ങിയ ഈ പരിശുദ്ധ ശഅബാൻ മാസത്തിലാണ്. അല്ലാഹു തആല ഈ മാസത്തിൻ്റെയൊക്കെ പോരിശ കൊണ്ട് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം പ്രിയം വെക്കാനൊക്കെയുള്ള തൗഫീഖ്, അവിടുത്തെ തിരുചര്യകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ
ആളുകളായിട്ട് നമ്മെ വളർത്തുകയും മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖം കണ്ടുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. സകല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരന്മാർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകരിലുള്ള ഒരാളായ അവരുടെ ബന്ധുവിൽ ഒരു പ്രയാസം, ഹാർട്ട് സംബന്ധമായ ഒരു ബ്ലോക്ക് സംബന്ധമായ ചെറിയ പ്രയാസം വന്നു എന്ന് പറഞ്ഞു. അല്ലാഹു തആല പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസും സിഹത്തും ഖുവ്വത്തും അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർ, അതുപോലെ തന്നെ ജോലി സംബന്ധമായ പ്രയാസമുള്ളവർ, അതുപോലെ തന്നെ ജോലിക്ക് ഉണ്ട് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുന്ന അങ്ങനെ ചില പ്രയാസങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് റഹ്മാനേ റബ്ബേ, എല്ലാം അറിയുന്ന റഹ്മാനേ റബ്ബേ, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ പരിപൂർണമായിട്ടും എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. പറയപ്പെട്ട എല്ലാവരുടെ പ്രയാസങ്ങളും നീക്കി നീ സന്തോഷം നൽകണം റഹ്മാനെ. ജോലികളിലും വീടുകളിലും മക്കളിലും ആരോഗ്യത്തിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും റഹ്മാനേ റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ മേഖലകളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും നീ നൽകണ റഹ്മാനെ. നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون. ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون. 81 ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون. ولو كانوا يؤمنون بالله والنبي وما أنزل إليه മാത്ത എന്നുള്ളത് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദോ വന്നാൽ മാത്ത എന്ന് വായിക്കൂല, മത്ത നീട്ടാനുള്ള അക്ഷരം ഒഴിവാകുന്നതാണ്. മത്തഖദൂഹും ഔലിയാഅ വലകിന്ന കസീറൻ മിൻഹും ഫാസിഖൂൻ. കസീറൻ ഇദ്ഗാം ബിഗുന്ന തൻവീൻ മീ വന്നു. لتجدن أشد الناس عداوة للذين آمنوا. ലതജിദന്ന ശബ്ദമുള്ള നൂന് എപ്പോഴും മണിക്കണം. അതിന് പിന്നെ അതിന് മുമ്പുള്ളതും ശേഷമുള്ളതും നോക്കണ്ട. ശബ്ദമുള്ള മീമ നൂന് മണിക്കുക. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന തൻവീനേഷൻ ലാമ് വന്നു അല്ലേ? ലാമ് റാവ് വന്നാൽ നേരെ ലാമിനെ തൻവീനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അദാവത്തൻ എന്ന് പറയാതെ അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ ആമനു എന്നാണുള്ളത്. ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ ولتجدن أقربهم مودة
أقربهم مودة إدغام بلاؤنا مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون لتجدن أشد الناس عذابة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون 83 وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين 84 وما لنا لا نؤمن بالله وما جاءنا من الحق ونطمع أن يدخلنا ربنا مع القوم الصالحين أن يدخلنا نونشم ياوന്ന് ഇദഗാം ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക അയ്യു മണിക്ക ربنا مع القوم الصالحين وما لنا لا نؤمن بالله وما جاءنا من الحق ونطمع أن يدخلنا ربنا مع القوم الصالحين فأثابهم الله بما قالوا جنات تجري من تحتها الأنهار خالدين فيها وذلك جزاء المحسنين فأثابهم الله بما قالوا جنات تجري تنوين شم تأونو ലാമു റാവുമല്ല നൗമിയല്ല ഇദ്ഗാമും ബിഗുന്നയുടെ നൗമിയല്ല ഇദ്ഗാമും ബിലാഗുന്നയുടെ ലാമു റാവുമല്ല ഇദ്ഗാമും ഇഖ്തിലാബിന്റെ ബാവുമല്ല ഇദ്ഹാറിന്റെ ഹംസ ഐന് ഗൈന് അതുമല്ല പിന്നെ ഏതാണ് ആണ് അപ്പോൾ ഇഖ്ഫായിലെ അക്ഷരമാണ് ഇഖ്ഫായിലെ അക്ഷരം എന്ന് പറഞ്ഞാൽ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ خالدين فيها وذلك جزاء المحسنين والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم ഇവിടെ തൻവീനുണ്ടോ ഇല്ല സുക്കൂനുള്ള നൂന് വന്നിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ والذين كفروا وكذبوا بآياتنا അവിടെ നിർത്തേണ്ട എങ്ങനെ ബിആയാതിന നീട്ടാനുണ്ട് പക്ഷെ നിർത്തുമ്പം അത്രേ നീട്ടുള്ളൂ ഉലൈക അസ്ഹാബുൽ ജഹീം يا أيها الذين آمنوا لا تحرموا طيبات ما أحل الله لكم ولا تعتدوا إن الله لا يحب المعتدين
يا أيها الذين آمنوا لا تحرموا طيبات ما أحل الله لكم ولا تعتدوا إن الله لا يحب المعتدين. 88 وكلوا مما رزقكم الله حلالا طيبا واتقوا الله الذي أنتم به مؤمنون. وكلوا مما رزقكم الله حلالا طيبا تنوين اسم طاء إخفاء أكشرمان طيبا واتقوا الله الذي أنتم به مؤمنون. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان ولكن يؤاخذكم الله بما عقدتم الأيمان فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون. يا أيها الذين آمنوا إنما الخمر والميسر ميسر راي سكون منبك سرعة إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر
ويصدكم والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا تنوين فاء إخفاء جناح فيها طعموا إذا ما اتقوا إذا ما اتقوا وآمنوا وعملوا الصالحات فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وآمنوا ثم اتقوا وأحسنوا ثم اتقوا وأحسنوا والله يحب المحسنين ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وآمنوا ثم اتقوا وأحسنوا والله يحب المحسنين ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وآمنوا ثم اتقوا وأحسنوا والله يحب المحسنين بسم الله الرحمن الرحيم قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه
لبئس ما كانوا يفعلون ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين وما لنا لا نؤمن بالله وما جاءنا من الحق ونطمع أن يدخلنا ربنا مع القوم الصالحين فأثابهم الله بما قالوا جنات تجري من تحتها الأنهار خالدين فيها وذلك جزاء المحسنين والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم يا أيها الذين آمنوا لا تحرموا طيبات ما أحل الله لكم ولا تعتدوا إن الله لا يحب المعتدين وكلوا مما رزقكم الله حلالا طيبا واتقوا الله الذي أنتم به مؤمنون لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان فكفارته إطعام عشرة مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر
أن يوقي بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وآمنوا ثم اتقوا وأحسنوا والله يحب المحسنين.